ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 53 ധേനുകാസുരവധം ശ്ലോകം 7. വിനിഘ്നതി ത്വയ്യഥ ജംബുകൗഖം സനാമകത്വാദ് വരുണസ്തദാനീം ഭയാകുലോ ജംബുകനാമധേയം ശ്രുതി പ്രസിദ്ധം വ്യഥിതേതി മന്യേ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. വിനിഘ്നതി ത്വയ്യഥ ജംബുകൗഖം സനാമകത്വാദ് വരുണസ്തദാനീം ഭയാകുലോ ജംബുക നാമധേയം ശ്രുതി പ്രസിദ്ധം വ്യഥിതേതി മന്യേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. വിനിഘ്നതി കൊല്ലുമ്പോൾ, ത്വയി അങ്ങ്, അഥ അനന്തരം, ജംബുകൗഖം കുറുക്കന്മാരുടെ സമൂഹത്തെ, സനാമകത്വാത് അതേ പേരുള്ളത് നിമിത്തം, വരുണ വരുണൻ, തദാനീം അപ്പോൾ, ഭയാകുല ഭയം കൊണ്ട് വിറച്ച, ജംബുകനാമധേയം ജംബുകൻ എന്ന പേരിനെ, ശ്രുതി പ്രസിദ്ധം ശ്രുതിയാൽ പ്രസിദ്ധമായ, വ്യഥിത മറച്ചു, ഇതി മന്യേ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിതിലെ വാക്കുകളിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. വിനിഘ്നതി, ഘ്ന എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ത്വയ്യഥ, ഇയ എന്ന് മെല്ലെ നൂന്നണം. ഥ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ജംബുകൗഖം, ഖ ഇവിടെയും ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ നാമകത്വാദ്വരുണസ്തദാനീം, അത് നമ്മൾക്ക് പിരിച്ചിട്ട് ചൊല്ലാം. നാമകത്വാത് വരുണസ്തദാനീം അങ്ങനെ ചൊല്ലാം. ഭയാകുലോ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ജംബുകനാമധേയം, ധേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശ്രുതി പ്രസിദ്ധം, ഥം എന്നുള്ള ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വ്യഥിതേതി, വ്യ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മന്യേ അങ്ങനെ നിർത്താം. വിനിഘ്നതി ത്വയ്യഥ ജംബുകൗഖം സനാമകത്വാദ് വരുണസ്തദാനീം ഭയാകുലോ ജംബുകനാമധേയം ശ്രുതി പ്രസിദ്ധം വ്യഥിതേതി മന്യേ. അടുത്തത് 8ാമത്തെ ശ്ലോകം. തവാവതാരസ്യ ഫലം മുരാരേ സഞ്ജാതമദ്യേതി സുരൈർനുതസ്ത്വം സത്യം ഫലം ജാതമിഹേതിഹാസി ബാലൈഃ സമം താലഫലാന്യഭുങ്ക്താ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. തവാവതാരസ്യ ഫലം മുരാരേ സംജാതം അദ്യേതി സുരൈർനുത സ്ത്വം സത്യം ഫലം ജാതം ഇഹേതി ഹാസി ബാലൈഃ സമം താലഫലാന്യഭുങ്ക്താ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. മുരാരേ അല്ലയോ ഭഗവാൻ മുരാരേ, അദ്യ ഇന്ന്, തവ അങ്ങയുടെ, അവതാരസ്യ അവതാരത്തിൻ്റെ, ഫലം പ്രയോജനം, ജാതം ഉണ്ടായി, ഇതി എന്ന്, സുരൈ ദേവന്മാരാൽ, നുത സ്തുതിക്കപ്പെട്ട, ത്വം അങ്ങ്, ഹാസി ചിരിച്ച്, സത്യം അത് സത്യമായിരിക്കും, ഇഹ ഇപ്പോൾ, ഫലം പ്രയോജനം, ജാതം ലഭിക്കപ്പെട്ടു, ഇതി എന്നു പറഞ്ഞ്, ബാലൈഃ സമം ബാലന്മാരോടൊന്നിച്ച്, താലഫലാനി താലഫലങ്ങൾ, അഭുങ്ക്ഷ ഭുജിച്ചു. ചില ബുക്കിലൊക്കെ അഭുങ്ക്ത എന്നാണ്. അതായാലും രണ്ടായാലും ഒരേ മീനിങ് തന്നെയാണ്. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. തവ അവതാരസ്യ അത് ചേർത്തിട്ടാണ് തവാവതാരസ്യ. ഫലം ഫ എന്നുള്ള അക്ഷരം പ ഫ, രണ്ടാമത്തെ ഫ എന്നാണ്, ഫ എന്നായി പോരുത്. മുരാരേ സംജാതം അദ്യേതി
അത് ചേർത്ത് എഴുതിയതാണ് സഞ്ജാതമധ്യേതി. ഞാ ജ എന്നാണത് ചേർത്തെഴുതുമ്പോൾ വരിക. സുരൈർനുതസ്ത്വം, സുരൈർനുതസ്ത്വം ചേർത്തെഴുതുമ്പോൾ ഒന്ന് ഊന്നി പറയണം. സത്യം ഫലം, ഇവിടെ അതേപോലെ ഫ ഫ രണ്ടാമത്തെ ഫ എന്നാണ്. ജാതമിഹേതി ഹാസി ബാലൈ സമം, ബാലൈ അവിടെ ബാലൈ എന്ന് കഴിഞ്ഞിട്ട് വിസർഗം ഇട്ട് ചൊല്ലുകയാണെങ്കിൽ സമം ഒരു സ എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ ബാലൈ സമം. താലഫലാന്യഭുങ്ക്ഷാ, ചില ബുക്കിലൊക്കെ താലഫലാന്യഭുങ്ക്താന്നുണ്ട് ഠ എന്നുള്ള അക്ഷരം, അപ്പോൾ ഊന്നി പറയാനുള്ളതാണ്. ക്ഷ എന്നാണെങ്കിലും ഊന്നി പറയാനുള്ളതാണ്. ലാസ്റ്റിൽ അങ്ങനെ വിസർഗത്തോടു കൂടെ നിർത്തണം, നീട്ടിയിട്ട് വിസർഗം. താലഫലാന്യഭുങ്ക്താ, താലഫലാനി അഭുങ്ക്താ അങ്ങനെയാണ് അത് വരിക. ചില ബുക്കിലൊക്കെ താലഫലാന്യഭുങ്ക്ഷ എന്നുണ്ട്. രണ്ടായാലും ഒരേ മീനിങ് തന്നെയാണ് വരിക. ലാസ്റ്റിൽ വിസർഗം നീട്ടിയിട്ട് വിസർഗം പറയണം. താലഫലാനി ഫ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അഭുങ്ക്ഷ, അഭുങ്ക്ഷ അത് ഭും എന്നുള്ളതും ക്ഷ എന്നുള്ളതും ഊന്നി പറയണം, നീട്ടിയിട്ട് വിസർഗം. തവാവതാരസ്യ ഫലം മുരാരേ സംജാതമധ്യേതി സുരൈർനുതസ്ത്വം സത്യം ഫലം ജാതമിഹേതിഹാസി ബാലൈ സമം താലഫലാന്യഭുങ്ക്താ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.